ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ ഗണിതത്തിലെ സാധ്യതകളുടെ ഗണിതം മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന 4ാം അധ്യായത്തിന്റെ 14ാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 80ാം പേജിലെ ക്വസ്റ്റ്യൻ 3 വിശദമായി പഠിക്കാൻ പോകുന്നു. അത് നമുക്ക് അപ്പുവും നന്ദുവും തമ്മിലുള്ള ഒരു രസകരമായ കാർഡ് ഗെയിമിലൂടെ മനസ്സിലാക്കാം. അപ്പുവിൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. അതിനകത്ത് 1, 2, 3, 4 എന്നീ സംഖ്യകൾ എഴുതിയ സ്ലിപ്പുകളുണ്ട്. നന്ദുവിൻ്റെ കയ്യിലാകട്ടെ രണ്ടാമത്തെ ബോക്സും അതിൽ 1, 2, 3 എന്നെഴുതിയ കടലാസുകളുമുണ്ട്. അപ്പുവും നന്ദുവും ഒരേ സമയം ഓരോ കടലാസ് പുറത്തെടുത്ത് ആ രണ്ട് സംഖ്യകളും ഗുണിച്ചു നോക്കാൻ പോവുകയാണ്. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നു. അപ്പു നന്ദുവിനോട് പറയുന്നു, എടാ നന്ദു, ഗുണിച്ചു കിട്ടുന്ന ഉത്തരം ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ആകാനാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ നന്ദു പറയുന്നു, അല്ല, ഇരട്ട സംഖ്യ ഈവൻ നമ്പർ ആകാനാണ് സാധ്യത കൂടുതൽ. നീ നോക്കിക്കോ. ആര് പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് നോക്കിയാലോ? ആദ്യം തന്നെ 2 പെട്ടിയിൽ നിന്നും കിട്ടാവുന്ന ആകെ സംഖ്യാ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോ കണ്ണടച്ചുകൊണ്ട് സ്ലിപ്പ് എടുക്കുമ്പോൾ 1 കിട്ടുന്നതെങ്കിൽ നമുക്ക് 1, 1, 1, 2, 1, 3 ജോഡികൾ സാധ്യമാണ്. ഇനി അപ്പു 2 എടുക്കുന്നതെങ്കിലോ 2, 1, 2, 2, 2, 3 ജോഡികൾ സാധ്യമാണ്. അപ്പുവിന് 3 കിട്ടുന്നതെങ്കിൽ നന്ദുവിന് 1, 2, 3 ഇതിലേതെങ്കിലും ഒന്നായിരിക്കുമല്ലോ കിട്ടുന്നത്. അതുകൊണ്ട് 3, 1, 3, 2, 3, 3 എന്നീ 3 ജോഡികൾ സാധ്യമാണ്. അപ്പു 4 എടുക്കുന്നതെങ്കിൽ 4, 1, 4, 2, 4, 3 ഇങ്ങനെ 3 പെയേഴ്സ് പോസിബിൾ ആണ്. അതായത് ആദ്യ പെട്ടിയിലെ 4 രണ്ടാം പെട്ടിയിലെ 3 ചേർത്തപ്പോൾ നമുക്ക് ആകെ ജോഡികളുടെ എണ്ണം ടോട്ടൽ പെയേഴ്സ് 4 × 3 സമം 12 പെയേഴ്സ് കിട്ടി. അതായത് സാധ്യമായ ജോഡികൾ 12 ഇനി അപ്പു പറഞ്ഞതുപോലെ ഗുണനഫലം ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് നോക്കിയാലോ? അതിനുവേണ്ടി നമ്മുടെ ടേബിളിലുള്ള അതായത് സാധ്യമായ 12 സംഖ്യകളുടെയും ഗുണനഫലം നോക്കിയാലോ? 1 × 1 1, 1 × 2 2, 1 × 3 3, 2 × 1 2, 2 × 2 4, 2 × 3 6, 3 × 1 3, 3 2 6, 3 9, 4 1 4, 4 2 8, 4 3 12. അപ്പോൾ ഗുണനഫലം ഒറ്റ സംഖ്യയായ ജോഡികൾ ഇവിടെ മഞ്ഞ നിറത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഓർക്കേണ്ട ഒരു കാര്യം, 2 ഒറ്റ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ മാത്രമേ ഗുണനഫലം ഒറ്റ സംഖ്യയായി കിട്ടൂ. അതായത് ഓഡ് ഇൻറ്റു ഓഡ്. അപ്പോൾ മാത്രമാണ് നമുക്ക് ഓഡ് കിട്ടുക. ഒറ്റ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ ഒറ്റ സംഖ്യ കിട്ടൂ. ആ ഒരു കാര്യം കൂടി ഇവിടെ അപ്പുവും നന്ദുവും ഓർത്തു. അപ്പൊ നമുക്ക്
അതായത് അവർക്ക് ഇവിടെ ഗുണനഫലം ഒറ്റസംഖ്യയായ 4 ജോഡികൾ കിട്ടി. 1 1 1 3 3 1 3 3. ഗുണനഫലം ഓഡ് നമ്പർ ആകുന്ന 4 ജോഡികളാണ് അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് ഗുണനഫലം ഒറ്റസംഖ്യയാവാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രൊഡക്റ്റ് ഈസ് ഓഡ്, 4 ആകെ 12, അപ്പോൾ 1/3. ഇനി നന്ദു പറഞ്ഞതുപോലെ ഗുണനഫലം ഇരട്ടസംഖ്യ, പ്രൊഡക്റ്റ് ഈസ് ഈവൻ ആകാനുള്ള സാധ്യത എത്രയാണെന്ന് നോക്കൂ. ആകെ 12 ജോഡികളിൽ 4 ഒറ്റസംഖ്യാ ജോഡികളായിരുന്നു, ഗുണനഫലം ഒറ്റസംഖ്യാ ജോഡികളായിരുന്നു. ബാക്കി വരുന്ന എല്ലാ ജോഡികളുടെയും ഗുണനഫലം ഇരട്ടസംഖ്യയായിരിക്കും. അപ്പോൾ ഗുണനഫലം ഇരട്ടസംഖ്യയാവാനുള്ള ജോഡികളുടെ എണ്ണം 12 മൈനസ് 4, അപ്പോൾ 8 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഈ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്ന പേഴ്സ് എല്ലാം തന്നെ, പേഴ്സിന്റെ എല്ലാം തന്നെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. 1 2 2 1 2 2 2 3 3 2 4 1 4 2 4 3. ഓക്കെ, അപ്പോൾ ഇവിടെ ഗുണനഫലം ഇരട്ടസംഖ്യ, പ്രോബബിലിറ്റി ദാറ്റ് പ്രൊഡക്റ്റ് ഈസ് ഈവൻ ആവാനുള്ള സാധ്യത 8/12. ഇവയെ 4 കൊണ്ട് ഹരിച്ചാൽ 2/3 എന്ന് കിട്ടും. അപ്പൊ കൂട്ടുകാരെ, ഇവിടെ അപ്പുവിന് 1/3 സാധ്യതയും നന്ദുവിന് 2/3 സാധ്യതയുമാണ്. അതായത് നമുക്ക് എന്ത് പറയാം? നന്ദു പറഞ്ഞതാണ് ശരി. ഗുണനഫലം ഇരട്ടസംഖ്യ ആകാനുള്ള സാധ്യത കൂടുതലാണ്, 2/3. അതായത് 66.66%. അപ്പുവിന് ജയിക്കാനുള്ള സാധ്യത 33.33% മാത്രമാണ്. കൂട്ടുകാരെ, പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ ഒറ്റസംഖ്യകൾ വരുന്ന ജോഡികൾ മാത്രം കണ്ടെത്തുക. അതിൽ നിന്നും എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കിട്ടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ 4ാമത്തെ ചോദ്യമായി വീണ്ടും കാണാം. Until then, keep learning, keep growing. Bye.